ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ആദ്യത്തെ ക്ലാസ് 4 മാത്സ് ക്ലാസ് ആണ് അല്ലെ. ഓക്കെ, അപ്പോ 2-1 4-1 ഹാഫ് ആൻഡ് ക്വാർട്ടർ എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങളിപ്പോ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. 1/2 1 ഒരു വര, അടിയിൽ ഒരു വര വരച്ച് അതിന് താഴെ 2 എന്ന് എഴുതിയാൽ എന്താണ് അർത്ഥം? ആകെ 2 ഭാഗമുള്ളതിൽ ഒരു ഭാഗം, അതായത് പകുതി അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ ഒരു പച്ചക്കറി തോട്ടമാണ്. പയറുണ്ട്, ചീരയുണ്ട്, മത്തനുണ്ട്. ഇതിൽ ചീര എത്ര ഭാഗത്തുണ്ട്? കോണോട് കോൺ കൊടുത്തത് കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പെട്ടെന്ന് നോക്കുമ്പോ പകുതിയാണ് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോ ആ ചീരയെയും പയറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് വിചാരിക്കും. അപ്പൊ എന്തായി? ആ ചതുരത്തിന്റെ പകുതിയോളം ഭാഗത്ത് ചീര വന്നു അല്ലെ. അപ്പോ 2/4, 4ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പകുതി തന്നെയാണ്. 4ന്റെ പകുതിയല്ലേ 2. ഓക്കെ, എങ്കിൽ പയറും മത്തനും ഉണ്ടല്ലോ അവിടെ. പയറും മത്തനും ഒരേ വിഭാഗമല്ല. അപ്പൊ നമുക്ക് പയറ് വേറെയും മത്തൻ വേറെയും. ഇപ്പൊ ചീര നമ്മൾ രണ്ടും ഒരേ ചീര ആയതുകൊണ്ട് 2ലെയും കൂടി എടുത്ത് നമ്മൾ പകുതി എന്ന് പറഞ്ഞു. പക്ഷെ പയറും മത്തനും കൂടി പകുതിയാവുമെങ്കിലും അത് രണ്ടും വെവ്വേറെയാണ്. അപ്പൊ നമുക്ക് വെവ്വേറെ തന്നെ എടുക്കാം. അതിൽ പയർ എത്ര ഭാഗത്താണുള്ളത്? അവിടെ ആകെ ആ ഒരു ചതുരത്തിന് ആദ്യം നമ്മളില്ലേ ഭിന്നസംഖ്യയെ പറ്റി പറയുമ്പോൾ, അതായത് നമ്മളിങ്ങനെ ഓരോ ഭാഗങ്ങൾ പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചതുരായാലും വൃത്തമായാലും ത്രികോണമായാലും എത്ര തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? ആകെ 4 ഭാഗങ്ങളുണ്ട് അല്ലെ. ഒരു ഭാഗത്ത് പയറുണ്ട്, ഒരു ഭാഗത്ത് ചീരയുണ്ട്, വേറെ ഒരു ഭാഗത്തും ചീരയുണ്ട്, വേറെ ഒരു ഭാഗത്ത് മത്തനുണ്ട്. അങ്ങനെ 4 ഭാഗങ്ങൾ ആക്കിയിട്ടുണ്ട്. ഈ 4 ഭാഗത്തിൽ എത്ര ഭാഗത്താണ് പയറുള്ളത്? ഒരു ഭാഗത്ത്. അപ്പോ 1/4. താഴെ ഞാൻ എപ്പോഴും പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, ആകെ എത്ര ഭാഗമാക്കിയതാണോ അതിനെയാണ് നമ്മൾ താഴെ കൊടുക്കേണ്ടത്. ആകെ 4 ഭാഗമുണ്ട്, അപ്പൊ 4നെ നമ്മൾ താഴെ കൊടുത്തു. അതിൽ ഒരു ഭാഗത്താണ് പയറുള്ളത്, അപ്പോ 1 മുകളിൽ എഴുതി. 1/4. ഇന്നലെ നമ്മൾ 1/2 പകുതി കണ്ടു. അപ്പൊ ഈ 1/4, ഇപ്പൊ നമ്മള് 100 എന്ന് പറയുന്ന സംഖ്യയെ പകുതിയാക്കിയാൽ 50. ആ 50നെ വീണ്ടും പകുതിയാക്കിയാലോ 25 അല്ലെ. അങ്ങനെ 4 25കൾ ചേർന്നിട്ടാണ് 100 ഉണ്ടാവുന്നത്. അപ്പൊ ഈ 25 എന്ന് പറയുന്നത് 100ന്റെ എന്താണ്? കാൽ ഭാഗമാണ്. അപ്പൊ ഈ 1/4 എന്ന് പറഞ്ഞാൽ കാൽ ഭാഗം, ക്വാർട്ടർ, അല്ലെങ്കിൽ 1/4നെ 4-1 a fourth എന്നും പറയാം. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കൂ, നമുക്ക് ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? ഒരു വൃത്തമുണ്ട്, ഒരു ചതുരമുണ്ട്, വീണ്ടും ചതുരമുണ്ട്, പിന്നെ ഒരു സ്റ്റാർ ഷേപ്പും ഉണ്ട് അല്ലെ. ഇതിനെ ആകെ എത്ര ഭാഗമാക്കിയിട്ടുണ്ട്? കളർ കൊടുത്ത ഒരു ഭാഗവും കൊടുക്കാത്ത 3 ഭാഗവും ചേർത്ത് തുല്യമായ, അതെപ്പോഴും ശ്രദ്ധിക്കണേ, തുല്യമായിട്ടുള്ള 4 ഭാഗങ്ങളാണ്. അത് തുല്യമല്ലെങ്കിൽ നമുക്ക് ഭാഗിക്കാൻ സാധിക്കില്ല. നമുക്കതിനെ കൃത്യമായിട്ട് ഭിന്നരൂപത്തിൽ പറയാനും പറ്റില്ല. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് 4 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം. അപ്പോ 1/4. ഇവിടെയോ? ഇവിടെ കളറ് എത്ര ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്? 3 ഭാഗത്ത് കളർ കൊടുത്തിട്ടുണ്ട്. ആകെ എത്ര ഭാഗമുണ്ട്? 4 ഭാഗമുണ്ട്. അപ്പൊ ആകെയുള്ളത് എവിടെയാണ് എഴുതേണ്ടത്? താഴെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 4 താഴെയാണ് വരിക. അപ്പൊ എത്ര ഭാഗത്താ കളർ കൊടുത്തത്? 3 ഭാഗത്ത്. അപ്പൊ 3/4 ആണ്. 1/4 അല്ല, 3/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മുക്കാലാണ്. നമ്മള് കാല്, അര, മുക്കാല് എന്ന് പറയാറുണ്ട്. 1/4 ആണ് കാല്, 1/2 അല്ലെങ്കിൽ 2/4. എന്തോ ആയിക്കോട്ടെ, പകുതിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പകുതിയാവുമ്പോ അത് ഹാഫ്, പകുതി. അതല്ല 3/4, 4 ഭാഗത്തിൽ 3 ഭാഗവും വന്നാൽ എന്താ? മുക്കാൽ ഭാഗവുമായി അല്ലെ. അതാണ് മുക്കാല്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? ഇവിടെ 4 ഭാഗമാക്കിയതിൽ എത്ര ഭാഗത്തിനാണ് നിറം കൊടുത്തേ? 2 ഭാഗത്തിനാണ് നിറം കൊടുത്തത്. 2/4 എന്താണ്? പകുതിയാണ് അല്ലെ. ഓക്കെ, ഇതോ? ഇവിടെയും ആകെ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്?
ഡയമണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഡയമണ്ട് ഷേപ്പ് അല്ല എങ്കിലും ഡയമണ്ട് ഷേപ്പിലുള്ള 4 ഭാഗങ്ങളുണ്ട് അല്ലെ, ആകെ 4 ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ 3 ഭാഗത്തിന് നിറം കൊടുത്തു, അപ്പോൾ 3/4. ഓക്കെ, ഇനി ഈ ചിത്രങ്ങൾ, ഇവിടെയാണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാല് 3 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് 3 ഭാഗമാണോ? അല്ല. കാരണം മുകളിലുള്ള ഒരു വൃത്തത്തെ 2 ഭാഗമാക്കിയിട്ട് മുകളിലുള്ളതിനെ വീണ്ടും പകുതിയാക്കിയിട്ടുണ്ട്, താഴെയുള്ളതിനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് എല്ലാ ഭാഗങ്ങളും തുല്യമാകണമെന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ഭാഗങ്ങളും തുല്യമാകണമെങ്കിൽ താഴെയുള്ള അർദ്ധവൃത്തം അല്ലെ, ഹാഫ് സർക്കിൾ, അതിനെ കൂടി എന്ത് ചെയ്യണം? പകുതിയാക്കണം. അപ്പൊ അവിടെ ആകെ എത്ര ഭാഗം വന്നു? 4 ഭാഗം വന്നു. ആ 4 ഭാഗത്തിൽ എത്ര ഭാഗത്തിനാണ് നിറം കൊടുത്തത്? ഒരു ഭാഗത്തിന്. അപ്പോ 1/4. ഇത് 1/4 ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്തു. ഓക്കെ, അപ്പൊ ഇതോ? ഇവിടെ മുകളിൽ 3 ഭാഗമാക്കിയിട്ടുണ്ട്, താഴെയോ? താഴെ ഒന്നും ചെയ്തിട്ടില്ല. താഴെ നമ്മൾ എന്ത് ചെയ്യണം? 3 ഭാഗമാക്കണം. അപ്പൊ മുകളിലും 3 ഭാഗം, താഴെയും 3 ഭാഗം. അപ്പൊ ആകെ എത്രയായി? 6 ഭാഗം. അതിലൊരു ഭാഗത്തിനാണ് നിറം കൊടുത്തത്. അപ്പൊ അത് 1/4 ആണോ? അല്ല, 1/6 ആണ്. 1/4 അല്ല. ആൻഡ് അടുത്തത് ഇതോ? ഇവിടെയും ഒരു ചതുരത്തെ പകുതിയാക്കി 2 ചതുരങ്ങളാക്കി അതിൽ വീണ്ടും ഒരു പകുതിയെ പകുതിയാക്കിയിട്ടുണ്ട്, മറ്റേ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പകുതിയാക്കണം അല്ലെ. അപ്പൊ അവിടെ ആകെ എത്ര ഭാഗം വന്നു? 4 ഭാഗം വന്നു. അതിലൊരു ഭാഗത്തിനാണ് നിറം കൊടുത്തത്. അപ്പൊ 1/4 ആണത് അല്ലെ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു അർദ്ധവൃത്തത്തിന് മുഴുവൻ നിറം കൊടുത്തിട്ടുണ്ട്. താഴെയോ? താഴെയുള്ള അർദ്ധവൃത്തത്തെ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് 1/4 ആണോ? അല്ല അല്ലെ. താഴെ 3 ചെറിയ ത്രികോണ ഭാഗങ്ങളുണ്ട്. മുകളിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ചുവപ്പ് കൊടുത്തിരിക്കുന്ന ഭാഗം മുഴുവൻ ഇതുപോലെ 3 ത്രികോണങ്ങളാക്കണം. അപ്പൊ മുകളിലും 3 ത്രികോണം, താഴെയും 3 ത്രികോണം. ആകെ എത്രയായി? 6 ത്രികോണങ്ങളായി. 6 ത്രികോണത്തിൽ എത്ര ത്രികോണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്? മുകളിൽ നമ്മൾ ത്രികോണങ്ങളാക്കുമ്പോ അത് 3 ത്രികോണാവില്ലേ? അപ്പൊ ഈ 3 ത്രികോണത്തിന് നിറം വരില്ലേ? അപ്പൊ 3 ത്രികോണത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3/6 അഥവാ പകുതിയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫാത്തിമയുടെ ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട്. അവയിൽ പകുതി പേർ പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ എണ്ണം എത്ര? 32ന്റെ പകുതി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. 32ന്റെ പകുതി എത്രയാണ്? 30ന്റെ പകുതി 15 ആണ്. 2ന്റെ പകുതി 1 ആണ്. 15ഉം 1ഉം 16 ആണ്. ഓക്കെ, ഇനി പകുതിയാക്കിയാൽ എത്ര എണ്ണം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ബാഗ് 2 എണ്ണം, 2 എണ്ണത്തിന്റെ പകുതിയാക്കിയാൽ, ഇപ്പൊ നിങ്ങളൊരു ഏട്ടനും അനിയനും വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏച്ചിയോ അനിയത്തിയോ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു സഹോദരനോ സഹോദരിയോ ഉണ്ട്. വീട്ടിലേക്ക് 2 ബാഗ് കൊണ്ടുവന്നു. ഒന്നൊരാൾക്കും കൊടുത്തു. അപ്പൊ പകുതി ഒരാൾക്ക് എത്രയാ കിട്ടുന്നത്? 1. കുട 2 എണ്ണമുള്ളത് പകുതിയാക്കിയാൽ 1. പേന 4 എണ്ണമുള്ളത് പകുതിയാക്കിയാൽ ഒരാൾക്ക് 2 എണ്ണം കിട്ടും അല്ലെ. അപ്പൊ പകുതി എത്രയാ? 2. പെൻസിൽ 2 എണ്ണമുള്ളത് പകുതിയാക്കിയാൽ 1. ക്രയോൺസ് 8 എണ്ണമുള്ളത് പകുതിയാക്കിയാൽ 4. ഒരാൾക്ക് 4, മറ്റേ ആൾക്കും 4. അപ്പൊ ഒരു പകുതി എന്ന് പറഞ്ഞാൽ 4. ഇനി കളർ പേന ഒരു ഡസൻ എത്രയാണ്? ഒരു ഡസൻ 12 ആണ്. അപ്പൊ 12നെ പകുതിയാക്കിയാൽ വളരെ സിമ്പിൾ, 6. 6ഉം 6ഉമാണ് 12. റബ്ബറും ഒരു ഡസൻ പകുതിയാക്കിയാൽ 6. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്തത്, ഒരു ചതുരത്തിന്റെ 1/4 ഭാഗം എങ്ങനെയെല്ലാം സൂചിപ്പിക്കാം? ഓരോ ചതുരത്തിലും വ്യത്യസ്ത രീതിയിൽ വരച്ച് 1/4 ഭാഗം നിറം നൽകൂ. വളരെ സിമ്പിൾ ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 4ൽ ഒരു ഭാഗം. അപ്പൊ നമ്മൾ ഒരു ചതുരത്തെ പല രീതിയിൽ 4 തുല്യ ഭാഗമാക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. തുല്യ ഭാഗമാക്കിയിട്ട് ഒരു ഭാഗത്തിന് നിറം നൽകുക. എങ്ങനെ ചെയ്യാം? ഒന്ന് ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാൻ വരച്ചിട്ടുള്ളത് അടയാളപ്പെടുത്തിയത് ഫോണിൽ തന്നെ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള വലിപ്പത്തിലല്ല, കളർ കൊടുത്തതും കൃത്യമല്ല. നിങ്ങൾ കൃത്യമായിട്ട് അളന്നിട്ട് സ്കെയിൽ വെച്ച് അളന്നിട്ട് 4 തുല്യ ഭാഗങ്ങളാക്കി നിറം നൽകണം. ഒന്ന് ഇങ്ങനെ ചെയ്യാം അല്ലെ. ഇവിടെ തന്നിട്ടുള്ളത് കുത്തനെയാണ്, നമ്മൾ വിലങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എങ്ങനെ ചെയ്യാം? കോണോട് കോൺ ചേർക്കാം. അപ്പൊ നമുക്ക് 4 ത്രികോണങ്ങളായിട്ടാണ് കിട്ടുക. അതിലൊരു ത്രികോണത്തിന് കളർ ചെയ്താൽ 1/4 ഭാഗമായി. ഇനി മറ്റൊരു രീതിയും കൂടി ഉള്ളത്, അത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണ് എങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മള് ഇതുപോലെ ഒരു ഉള്ളിൽ കൃത്യമായിട്ടൊരു എൻ വരച്ചിട്ട്, അപ്പൊ നമുക്ക് 4 ത്രികോണങ്ങൾ തന്നെയാണ് കിട്ടുക. അതിലൊരു ത്രികോണത്തിന് നിറം നൽകിയാൽ മതി. അത് വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി മുകളില് കൃത്യമായിട്ട് നടുവല്ല, ഇന്ന് നടുവല്ല. അപ്പൊ നിങ്ങളൊന്ന് കൃത്യമായിട്ട് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. കാൽ ഭാഗമാണ് നോക്കേണ്ടത്. അതായത് ഈ മുകൾ ഭാഗത്ത്
4 കുത്തികൾ ഇടുക. 4 കുത്തിട്ടിട്ട് കൃത്യമായ അളവിൽ 4 കുത്തിട്ടിട്ട് ആദ്യത്തെ കുത്തിലാണ് ഈ ഒരു പോയിന്റ് വരേണ്ടത്. അതുപോലെ താഴെയും 4 കുത്തിട്ടിട്ട് മൂന്നാമത്തെ പോയിന്റിലാണ് ഇവിടെ ഈ ഒരു വര വരേണ്ടത്. അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഇനി മാത്സ് ഓരോ അക്ഷരവും തുല്യമായ 2 ഭാഗങ്ങളാക്കി ഒരു ഭാഗത്തിന് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എങ്ങനെ നമുക്ക് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. എമ്മിന്റെ നടുവിലൂടെ ഒരു വര വരച്ചാൽ 2 തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടും. അതിലൊരു ഭാഗത്തിന് നിറം നൽകാം. എയുടെ നടുവിലൂടെ ഒരു വര വരയ്ക്കാം. ടിയുടെ നടുവിലൂടെയും ഒരു വര വരയ്ക്കാം. എച്ച് നമുക്ക് ഒന്നുകിൽ ഇത് ഈ ടി ചെയ്തതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വിലങ്ങനെയും വരച്ച് ചെയ്യാം. എസ് നമുക്ക് വിലങ്ങനെ വരച്ചിട്ട് ചെയ്യാം. കുത്തനെ വരച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പകുതിയാക്കിയിട്ട് നിറം നൽകാം. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മേഘയ്ക്ക് ബിഗ് ഹായ്, ആൻഡ് യദു കൃഷ്ണയ്ക്ക് ബിഗ് ഹായ്, നിവേദ്യയ്ക്ക് ബിഗ് ഹായ്, നയന സവിക്ക് ബിഗ് ഹായ്, സനയ്ക്ക് ബിഗ് ഹായ്, ആരാധ്യയ്ക്ക് ബിഗ് ഹായ്, കല്യാണിക്ക് ബിഗ് ഹായ്, ആൻഡ് ഫാത്തിമ കേസിക്ക് ബിഗ് ഹായ്. അപ്പൊ ഇനിയുള്ള കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഹായ് പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.